ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും ചിമ്പും കണ്ണും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലും പോകണം. അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മുട്ടിയില്ല. അമ്മുട്ടിയാണ് എപ്പോഴും വരാറ് കൂടെയുള്ളത് കൂടെ. അപ്പോൾ ഇന്ന് നമ്മളെ മിന്നുവാണ് കേട്ടോ. അപ്പോൾ മിന്നുവിനെ അറിയില്ല ആളെ പിക്ക് ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ആൾ രാവിലെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ നമ്മൾ ചെന്നപ്പം. എന്താ ഇപ്പോൾ ഇവരിവിടെ എന്ന്. നമ്മൾ ആദ്യം പോകുന്നത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് 3 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് തന്നെ KMTക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കയറിയത്. നമ്മൾ ശരിക്കും അമ്മയ്ക്കും പിന്നെ അമ്മൂട്ടി പിന്നെ ഞങ്ങളുടെ അമ്മമ്മ അങ്ങനെയാണ് സാരിയൊക്കെ വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ അതായത് നമ്മൾ ജിംബു, അപ്പു, വാമി ഇവർ 3 പേരും നമ്മളെ വീട്ടിലൊക്കെ കൂടുതൽ അവരെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്രാവശ്യം നിന്നിട്ടുള്ളത്. കാരണം ഇവിടുന്ന് രാവിലെയൊക്കെ അങ്ങ് എണീറ്റ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് വരിക കേട്ടോ. അപ്പോൾ അവർ കുറേ നമ്മളെയൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം അമ്മയ്ക്ക് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നീനമ്മയ്ക്കും വല്യമ്മയ്ക്കും സാവിമ്മയ്ക്കും ഓരോ സാരിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സെയിം സാരിയാണ്, ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ. ഇതിങ്ങനെ അമ്മയ്ക്ക് എടുത്ത ചുരിദാറാണ് കേട്ടോ. അമ്മ സാരി ഇപ്പോൾ എടുക്കാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ ചുരിദാറാണ് അമ്മയ്ക്ക് കുറച്ചുകൂടെ ഈസി എടുക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് എടുത്ത ചുരിദാറാണിത്. അപ്പോൾ ജിംബുവിന് ഇത് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കണ്ണനെ ഞങ്ങൾ ബേബി ബെഡിൽ കിടത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷ്ണമായിട്ട് കണ്ണൻ കരച്ചിലായിട്ടോ. അപ്പോൾ ഞാനിത് ബേബി ബെഡൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കണ്ണനൊക്കെ കിടത്തി. അപ്പോൾ ആൾ കുറേ നേരം കളിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം നിപ്പയുടെ സീനും കോവിഡിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ നമ്മളൊക്കെ തന്നെ ഉള്ളൂ ഈ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ധൈര്യം വെച്ചിട്ട് ഞാനവിടെ കിടത്തി. പിന്നെ അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ആ സൈഡിൽ സാരിയുടെ സൈഡിലും തിരക്കുണ്ടായിരുന്നില്ല. ബട്ട് ചുരിദാറിൻ്റെ ആ ഭാഗത്ത് അതുപോലെ താഴെ കുട്ടികളുടെ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം അൽഷിഫയിലെത്തി. 3 മണിയൊക്കെ ആയപ്പോൾ അൽഷിഫയിലെത്തി കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ന്യൂറോനെ കാണിച്ചത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ന്യൂറോ അല്ല കാണിക്കുന്നത്, വാസ്കുലറിനെ കാണിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നോക്കുമ്പം വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് കട്ടിലൊരു ഇഷ്ടിക വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് കിടന്നാൽ മതി. ജസ്റ്റ് ഇങ്ങനെ കാല് പൊക്കി വെച്ചിട്ട് ബോഡി ഇങ്ങനെ പൊങ്ങിയ രീതിയിൽ കാലിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പൊങ്ങിയ രീതിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, എൻ്റെ പേര് മറന്നല്ലോ, കംപ്രഷൻ സ്റ്റോക്കിങ്സ് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. 2 വർഷം വരെ അങ്ങനെ ഇട്ടാൽ മതി. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു നീര്. അല്ലാതെ വലിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് നേരെ നമ്മൾ എജുമാർട്ടിൽ വന്നു. എജുമാർട്ടിൽ പ്രാവശ്യം ഭയങ്കര കളക്ഷൻ കുറവായിരുന്നു കേട്ടോ, ബോട്ടിൽസും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ തൃശ്ശൂർ പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ ഇതൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ മിന്നു ചേച്ചി ഇത് കണ്ണനെടുത്ത് കിടക്കുകയാണ് കേട്ടോ. ബെഡിലാവും കിടക്കുന്നില്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോക്സും കുട പിന്നെ അങ്ങനെ ബോട്ടിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ലഞ്ച് ബോക്സ് അല്ല, ടിഫിൻ ബോക്സ്. ലഞ്ച് അവൾ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് പറയുന്നത് ജിംബു. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ബോക്സ് വാങ്ങിച്ചാൽ മതി, ചെറുത് മതിയല്ലോ. അപ്പോൾ അത് മാത്രം അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ബാക്കി എവറിത്തിങ് ഐറ്റംസ് അവിടെ നിന്ന് കിട്ടി. എജുമാർട്ടിൽ ഇപ്രാവശ്യം കളക്ഷൻ കുറവാണോ അതോ ഇനി സെലക്ഷൻസൊക്കെ കഴിഞ്ഞതാണോ എന്നറിയില്ല കേട്ടോ. ഭയങ്കര കളക്ഷൻ കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്സിൽ പോയി ചപ്പൽ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ നോക്കുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണ മാക്സിൽ കുറേ ഇവിടത്തെക്കാട്ടിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ബാഗ്സിന് ഈ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒരു ഫുള്ള് ഫ്രഷായിട്ട് കളക്ഷൻ പോലെ നമുക്ക് തോന്നും കേട്ടോ. അത്രയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴേക്ക് ഇതൊക്കെ ഫുള്ള് മിസ്സായെന്ന് തോന്നി കേട്ടോ. വെറുതെ ആയി ഇതൊക്കെ വാങ്ങിച്ചെന്നൊക്കെ തോന്നി. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ടിഫിൻ ബോക്സൊക്കെ കിട്ടിയത്. അടിപൊളി ബോക്സ്. ആ ബോക്സിൻ്റെ വീഡിയോ ഞാൻ വേറൊരെണ്ണത്തിൽ ചെയ്യാം കേട്ടോ. നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ സ്കൂൾ ഓപ്പണിംഗ് ആവുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണതൊക്കെ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഭയങ്കര റഷായി, കാരണം മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 മണി എങ്ങാണ്ട് ആയിട്ട് 1 മണി എങ്ങാണ്ടായി ഇവിടുന്ന് ഇറങ്ങിയപ്പം. 1 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് 8 മണിയായിട്ട് തിരിച്ചെത്തിയപ്പോൾ. കാരണം ഫുഡ് കഴിക്കണം, അതിനിടയ്ക്ക് കണ്ണ് ഫീഡ് ചെയ്യാൻ പോകണം, അതിനിടയ്ക്ക് ഓരോ സംഭവങ്ങൾ
സംഭവങ്ങൾ നോക്കണം, ഡ്രസ്സ് എടുക്കണം, ഇങ്ങനത്തെ സംഭവം കുറേ എടുക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റഷ് ആയതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറേ നല്ല ഒരു മുക്കാൽ ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഈ എജുമാർട്ടിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഇത്ര വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ജിംബു എന്തായാലും ഹാപ്പിയായി. ജിംബുവിന് ബോക്സ് ഒന്നും എടുത്തത് അത്ര വലിയൊരു ഇത് തോന്നുന്നില്ല കേട്ടോ. ജിംബുവിന് പക്ഷേ ആൾ ഭയങ്കര സെലക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സിപ്പുള്ള ബോട്ടിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ മറ്റേ കൈ കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നല്ല എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടോ. അതുപോലെ ഫുഡ് കഴിക്കുന്ന ബോക്സ്, അതുപോലെ പെൻസിൽ കൊണ്ടുവന്ന ബോക്സ്, പെൻസിലാകുമ്പോൾ അതിൽ കറക്റ്റ് നീളമുണ്ടാവില്ല, പെൻസിൽ പൂർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടോ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബോക്സാണ് കേട്ടോ ഞങ്ങൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതിൽ അവളുടെ ഫോട്ടോ വയ്ക്കാം, പിന്നെ ഒരു പേര് എഴുതി വയ്ക്കാം, ഇതൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പിക്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ബോക്സാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. പിന്നെ ബോട്ടിൽസ് പിന്നെ സ്റ്റീലിൻ്റെ തന്നെ വേണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. സ്കൂളിലെല്ലാം ഒക്കെ ചെയ്യും, പക്ഷേ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയെടുത്താണ് കേട്ടോ സ്റ്റീലിൻ്റെ അടുത്ത്. അപ്പോൾ ആളത് ഓക്കെ കൺവിൻസ് ആയി കേട്ടോ അത് പറഞ്ഞപ്പോൾ. എന്ത് പറ്റിയെന്നറിയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് തല്ലുകൂട്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഓക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ ഇടയ്ക്കൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല ആൾ ഓക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കുടയും വാങ്ങിച്ചു കേട്ടോ. കുട ഞാൻ ഇപ്രാവശ്യം 2 ആൾക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൂൻ്റെ അടുത്ത് കുടയുണ്ട്, പക്ഷേ എങ്കിലും ജിംബുവിന് പുതിയ വാങ്ങിക്കുമ്പോൾ അവൾക്കൊരു സങ്കടമാവില്ലേ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അവൾക്ക് കൂടെ വാങ്ങിച്ചു കേട്ടോ. ഒരു ട്രാൻസ്പെറൻറ്റ് കൂടെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാവും, അവൾക്ക് യെല്ലോ അങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.